നമസ്കാരം ഫ്രണ്ട്സ്. എന്റെ പേര് വൈശാഖ് എന്നാണ്. അങ്ങനെ കുറെ നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ നമ്മുടെ ബഹിരാകാശ സഞ്ചാരികളായിട്ടുള്ള സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒടുവിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയാണ്. മാർച്ച് 18 തീയതി രാവിലെ 10:35 പുറപ്പെട്ട് മാർച്ച് 19 വെളുപ്പിന് 3:35 ഭൂമിയിലേക്ക് എത്തുന്ന രീതിയിലാണ് അവരുടെ യാത്രാ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. ജൂൺ 4 തീയതി 2024 ബുച്ച് വിൽമോറും സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ ഒരു ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിലാണ് ഇവര് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത്. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായിട്ടാണ് ഇവർ എത്തിയെങ്കിലും പക്ഷേ ഈ സ്റ്റാർലൈനർ പേടകത്തിൽ സംഭവിച്ച തകരാറ് മൂലം അവർക്ക് അവിടെ തുടരേണ്ടി വരികയായിരുന്നു. എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാല് ഈ ഇവർ വന്ന സ്റ്റാർലൈനർ പേടകം അതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ തകരാറ് സംഭവിക്കുകയും അതുപോലെ ഹീലിയം ചോർച്ച ഉണ്ടാവുകയുമായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ നാസ ഇവരോട് നിർദ്ദേശിക്കുകയായിരുന്നു ഈ പേടകത്തെ മാത്രമായിട്ട് ഭൂമിയിലേക്ക് തിരിച്ചയക്കാം, കാരണം ഇതിന്റെ അപകട സാധ്യത കണക്കിലുണ്ട്. ഇവരോട് അവിടെ തുടരാനും പറയുകയായിരുന്നു. അങ്ങനെ ഇവർക്ക് ഈ ബഹിരാകാശ നിലയത്തിൽ ഇവരുടെ ദൗത്യത്തിന് ശേഷം വീണ്ടും തുടരേണ്ടി വരികയായിരുന്നു. മാസങ്ങളോളം അവര് അവിടെ തുടർന്നു. നാസയുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാല് ഈ തകരാറിലായിട്ടുള്ള സ്റ്റാർലൈനർ പേടകത്തെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുകയും അതിനുശേഷം അത് ഭൂമിയിൽ എത്തിയ ശേഷം ഒരു പുതിയ മിഷൻ, ക്രൂ 9 മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സംഘത്തെ തിരിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുകയും ഈ ക്രൂ 9 സംഘത്തിന്റെ കൂടെ തിരിച്ച് സുനിത വില്യംസിനെയും അതുപോലെ ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ സ്റ്റാർലൈനർ പേടകം തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയ ശേഷം സെപ്റ്റംബർ അവസാനത്തോടുകൂടി ഈ ക്രൂ 9 സംഘം, അതായത് 2 പേരടങ്ങിയ ക്രൂ 9 സംഘം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം എന്ന് പറയുന്ന പേടകത്തില് ബഹിരാകാശത്തേക്ക് പോവുകയും അവിടെ ഇറങ്ങുകയുമായിരുന്നു. ഈ ഒരു പേടകത്തില് ഈ രണ്ടാമതായിട്ട് അയച്ചിട്ടുള്ള ഈ സ്പേസ് എക്സിന്റെ പേടകത്തില് 2 സഞ്ചാരികളെയാണ് നാസ അയച്ചത്. എന്താ കാര്യം എന്ന് വെച്ചാൽ 4 പേർക്ക് പോകാൻ പറ്റുന്ന പേടകമാണ്. പക്ഷെ 2 പേരെ അയക്കാൻ കാര്യം എന്ന് വെച്ചാല് ഇവരവിടെ എത്തിയ ശേഷം സുനിത വില്യംസിനെയും അതേപോലെ ബുച്ച് വിൽമോറിനെയും ഇതേ പേടകത്തിൽ തന്നെ തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ചെയ്തത്. ജൂൺ 4, 2024 സ്റ്റാർലൈനർ പേടകത്തിൽ കയറി സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത്. അപ്പം ഈ നാസ രണ്ടാമത് അയച്ച ക്രൂ 9 സംഘം, ഈ ക്രൂ 9 സംഘം അവിടെ എത്തുന്നത്, ബഹിരാകാശത്ത് എത്തുന്നത് സെപ്റ്റംബർ അവസാനത്തോടുകൂടിയാണ്. അപ്പോഴേക്കും 2 മാസം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു സുനിത വില്യംസും ബുച്ച് വിൽമോറും ഈ ബഹിരാകാശ നിലയത്തിൽ. പക്ഷെ വീണ്ടും ഈ ഒരു ക്രൂ 9 സംഘത്തിന്റെ മിഷൻ പൂർത്തിയാക്കുന്നവരെ, അവരുടെ ദൗത്യം പൂർത്തിയാക്കുന്നവരെ ഈ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ഈ പുതിയ സംഘത്തിന്റെ കൂടെ ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വരികയായിരുന്നു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനോടിടയ്ക്ക് തന്നെ ഈ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് എത്തിക്കാനായിട്ട് നാസ പല ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അവര് അവരുടെ പ്ലാനിങ് അനുസരിച്ച് തന്നെ കൺഫേം ചെയ്യുകയായിരുന്നു. അതായത് ഈ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഈ ക്രൂ 9 സംഘത്തിന്റെ കൂടെ തന്നെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തണം എന്നുള്ളത്. അങ്ങനെ ഒടുവിൽ ഈ നാസയുടെ മൂന്നാമത്തെ മിഷന്റെ, അതായത് മറ്റൊരു മിഷന്റെ ഭാഗമായിട്ട് ക്രൂ 10 സംഘം സ്പേസ് എക്സിന്റെ തന്നെ മറ്റൊരു പേടകത്തിൽ കയറി ബഹിരാകാശത്തേക്ക് എത്തുകയും മാർച്ച് 16 ബഹിരാകാശത്തേക്ക് എത്തുകയും ഒടുവിൽ ഈ ക്രൂ 10 സംഘത്തിന് ക്രൂ 9 സംഘം അവരുടെ ചുമതല കൈമാറുകയുമായിരുന്നു. അങ്ങനെ ചുമതല കൈമാറിയ ശേഷം മാർച്ച് 18 രാവിലെ 10:35 സുനിതയും ബുച്ച് വിൽമോറും അടങ്ങുന്ന ആ 4 അംഗ സംഘം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം എന്ന പേടകത്തില് തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. ഈ 4 അംഗ സംഘമാണ് വരുന്നത്. സുനിതയും ബുച്ച് വിൽമോറും പിന്നെ ഈ ക്രൂ 9 സംഘത്തിലുണ്ടായിരുന്ന 2 പേരും, അങ്ങനെ 4 പേരാണ് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. ഈ ക്രൂ 9 സംഘത്തിലെ 2 പേര് വന്ന അതേ പേടകം, സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം എന്ന പേടകം. അങ്ങനെ അവര് മാർച്ച് 19 വെളുപ്പിന് 3:35 ഭൂമിയിൽ എത്തുന്നതാണ്. 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായിട്ട് എത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും 288 ദിവസങ്ങളാണ് അവിടെ തങ്ങിയത്. ഇതോടുകൂടി സുനിത വില്യംസിന് ഒരു റെക്കോർഡും കൂടെ കിട്ടുകയായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന വനിതാ ബഹിരാകാശ സഞ്ചാരി എന്ന റെക്കോർഡ് സുനിത വില്യംസ് സ്വന്തമായിരിക്കുകയാണ്. എല്ലാ മിഷനിലും കൂടി ആയിട്ട് 605 ദിവസങ്ങളാണ് സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ തങ്ങിയിരിക്കുന്നത്.
ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന സുനിത അടങ്ങുന്ന ഈ ബഹിരാകാശ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളികളാണ് അവരെ കാത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ളവയാണ്. അതായത് പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുക, അതേപോലെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. അതായത് നമ്മുടെ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങനെ പരിണമിച്ച ഒരു ശരീരമാണ് മനുഷ്യന്റെ. അതേസമയം ഈ ബഹിരാകാശത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവിടെ ഗുരുത്വാകർഷണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, അതായത് നിൽക്കാനും നടക്കാനും മറ്റാവശ്യങ്ങൾക്കൊന്നും പേശിക്ക് ബലം കൊടുക്കേണ്ടി വരുന്നില്ല അധികം. അതായത് ഇങ്ങനെ ഒരു പറന്നു നടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഒന്നിനും ബലം കൊടുക്കേണ്ടി വരുന്നില്ല, പേശികളുടെ ബലം അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അതേസമയം ഭൂമിയിൽ ഇവര് തിരിച്ചെത്തുന്ന സമയത്ത് ഇവർക്ക് പേശിക്ക് ബലക്ഷയം സംഭവിക്കുകയാണ്. ഇത്രയും ദിവസം ഇവര് ബഹിരാകാശത്ത് തുടർന്നുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ വരുമ്പം ഇവർക്ക് നിൽക്കാനോ നടക്കാനോ എന്താ പറയാ മറ്റ് ചലനങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ട് വരികയാണ് ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത്, ഈ ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം ഈ ഒരു മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വീണ്ടും ഒരു 50 ദിവസത്തോളം എടുക്കുന്നതാണ് ഇവർക്ക് ഭൂമിയിൽ തിരിച്ചെത്തിയ ശേഷവും. ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന ഈ ബഹിരാകാശ സഞ്ചാരികൾക്കായിട്ട് 45 ദിവസത്തെ ഒരു റീഹാബിലിറ്റേഷൻ പദ്ധതിയാണ് നാസ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ പദ്ധതിയിൽ 3 ഘട്ടങ്ങളായിട്ട് ഈ ഇവരുടെ ഭൂമിയുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ആ ഒരു റീഹാബിലിറ്റേഷൻ നടത്തുന്നതാണ്. അതിൽ ആദ്യ പദ്ധതിയിൽ ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, വിദഗ്ധരായ ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട്. ഇതിൽ മുൻഗണന നൽകുന്നത് ചലനത്തിനാണ്. ചലനത്തിനായിട്ട് ഇവർക്ക് ചെറിയ ചെറിയ വ്യായാമ പദ്ധതികൾ, നിൽക്കാനും നടക്കാനും ഒക്കെയുള്ള പദ്ധതികൾ ആദ്യം ആവിഷ്കരിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ പദ്ധതിയിൽ കുറച്ചുകൂടെ കഠിനമായിട്ടുള്ള വ്യായാമ മുറകളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇവിടെ ഹൃദയത്തിന്റെ അവസ്ഥയൊക്കെ നിരീക്ഷിക്കുന്നതാണ്. ഇവിടെയും വിദഗ്ധമായ ഡോക്ടർമാരുടെ സഹായമാണ് നാസ തേടുന്നത്. മൂന്നാമതായിട്ട് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുന്ന അതികഠിനമായിട്ടുള്ള വ്യായാമമുറകളാണ് ഇവർക്കായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ 3 പദ്ധതിയിലും, അതായത് റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ടുള്ള ഈ 3 പ്രോഗ്രാമുകളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സഹായമാണ് നാസ തേടിയിട്ടുള്ളത്. അങ്ങനെ 45 ദിവസത്തിന് ശേഷം ഇവരെ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാം എന്നാണ് നാസ കണക്കുകൂട്ടുന്നത്.